ഹറാമുകൾ തന്നെയാണ്. ഈ ഉമ്മത്ത് അങ്ങനെ തന്നെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. ഒരു സെക്യുലർ സമൂഹത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. ആ ഒരു സെക്യുലർ വീക്ഷണത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് പോലും സഹിക്കാൻ പറ്റാത്ത വിധം അന്യായങ്ങളെ കൊണ്ട് മനുഷ്യൻ വീർപ്പമുട്ടുന്നൊരു കാലഘട്ടം. മഹാനായ നബി തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ലഹജ്ജുൻ യുഖാമു അലൽ അർളി ഖൈറുൻ ലിഅഹ്ലിഹാ മിൻ അൻ യുംതറൂ സബ്താ. ലഹജ്ജുൻ യുഖാമു അലൽ അർളി, അല്ലാഹുവിൻ്റെ ഒരു നിയമം മനുഷ്യർക്ക് അവകാശപ്പെട്ടത്, ശിക്ഷകൾക്ക്, തിന്മകൾക്ക് ശിക്ഷയായി വിധിക്കപ്പെടുന്ന ഒരു ശിക്ഷ. അതിനാണ് ഹദ് എന്ന് പറയുന്നത്. പല അർത്ഥങ്ങളിൽ ഒരർത്ഥം അതാണല്ലോ. ലഹജ്ജുൻ യുഖാമു അലൽ അർളി ഖൈറുൻ ലിഅഹ്ലിഹാ മിൻ അൻ യുംതറൂ ശഹ്റാ. ഒരു മാസം ഇടമുറിയാതെ മനോഹരമായ മഴ ലഭിക്കുന്നതിനേക്കാളും ഖൈറാണ് അള്ളാഹുവിൻ്റെ ഒരു നിയമം കൃത്യമായും നടപ്പാക്കപ്പെടുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഴ ഒരാഴ്ച ലഭിക്കുന്നതിനേക്കാളും നല്ലത് പടച്ചവൻ്റെ ഒരു നിയമം, ഒരു ശിക്ഷ, ഒരു തീരുമാനം, ഒരു ഹുക്മ് ഇവിടെ നടപ്പാക്കപ്പെടലാണ്. ഇത് പറയുമ്പോൾ മഴയെക്കുറിച്ച് നബി തങ്ങൾ സൂചിപ്പിച്ചത് ഒരാഴ്ച പെയ്യുന്ന മഴ. ഫൻദുറൂ ഇലാ ആഥാരി റഹ്മത്തില്ലാഹ് കൈഫ യുഹ്യിൽ അർള ബഅദ മൗതിഹാ ഇന്ന ദാലിക ലമുഹ്യിൽ മൗതാ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. മഴ പെയ്യുമ്പോൾ ഭൂമി തളിർക്കുകയാണ്, ഉണങ്ങിയ ഇടങ്ങളിൽ പച്ചപ്പ് വരികയാണ്, കതിരുകൾ ഉണ്ടാവുകയാണ്, തളിർക്കുകയാണ്, പഴവർഗ്ഗങ്ങൾ ഉണ്ടാവുകയാണ്. ഫൻദുർ ഇലാ ആഥാരി റഹ്മത്തില്ലാഹ്, മഴയെന്ന അല്ലാഹുവിൻ്റെ ആ ഒരു റഹ്മത്തിനെ തുടർന്നുണ്ടാകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കുന്നില്ലേ? കൈഫ യുഹ്യിൽ അർള ബഅദ മൗതിഹാ, ഭൂമിക്ക് മരണം സംഭവിച്ചതിന് ശേഷം, ഭൂമിയെ അല്ലാഹു തആല മരിപ്പിച്ചതിന് ശേഷം എങ്ങനെയാണാവോ അല്ലാഹു ഭൂമിക്ക് ജന്മം നൽകുന്നത്? ഇന്ന ദാലിക ലമുഹ്യിൽ മൗതാ, ഭൂമിക്ക് മീതെ ജീവനോടെ നടന്നുകൊണ്ടിരിക്കുന്ന സർവ്വ മനുഷ്യരും മരിച്ചു കഴിഞ്ഞ് മണ്ണായി ചേർന്നാൽ പോലും ആ മനുഷ്യർക്ക് ജീവൻ കൊടുക്കാൻ കഴിവുള്ളവനാണ് ഈ മഴ പെയ്യിപ്പിക്കുന്ന പടച്ചതമ്പുരാനെന്ന് വിളിച്ചു പറയുകയാണിത്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അത്രമേൽ ജീവികൾക്ക്, മനുഷ്യർക്ക്, ജന്തുക്കൾക്ക്, സസ്യലതാദികൾക്ക്, കൃഷിയിടങ്ങൾക്ക് എല്ലാം അനുഗ്രഹമാണ് മഴ. മഴത്തുള്ളി കടലിലേക്ക് ചേർന്ന് ചില മഴത്തുള്ളികളാണത്രേ മുത്തുകളായി ചിപ്പികൾക്കുള്ളിൽ നിക്ഷേപിക്കപ്പെട്ട് വളരെ വിലമതിക്കാനാവാത്ത മുത്തുകളായി മാറുന്നത് മഴത്തുള്ളികളിലൂടെ ലഭിക്കുന്ന ചില ഡ്രോപ്പുകളാണെന്നാണ് പഠനം. സുബ്ഹാനല്ലാഹ്, അത്രമേൽ മനോഹരമാണ് മഴയത്രേ. ആ ഒരു മഴയെ ഉദാഹരിച്ചുകൊണ്ട് തങ്ങൾ പറഞ്ഞു, ജീവൻ്റെ, മനുഷ്യർക്കും ജന്തുജാലങ്ങൾക്കും ജീവനാണ് വെള്ളം എന്നത്. ആ വെള്ളം സുലഭമായി, വൃത്തിയായി, ശുദ്ധമായി, മുബാറക, പരിശുദ്ധമെന്ന് ഖുർആൻ പറഞ്ഞത് മഴയെക്കുറിച്ചാണ്. ഒരാഴ്ച നന്നായി സുന്ദരമായ മഴ, വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന മഴയെക്കുറിച്ചല്ലേ പറയും. ഫൻദുർ ഇലാ ആഥാരി റഹ്മത്തില്ലാഹ്, അഖാബായിട്ടും ശിക്ഷയായിട്ടും ലഭിക്കുന്ന മഴയെക്കുറിച്ചല്ല, റഹ്മത്തായി പെയ്യുന്ന മഴ. അതൊരാഴ്ച ലഭിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ഖൈറ്, ന്യായമായി ഭൂമിയിൽ നടപ്പാക്കപ്പെടുന്നതാണ്. പടച്ചവൻ്റെ നിയമം അതിവിടെ നടപ്പാക്കപ്പെടുന്നതാണ്. ഹക്ക് ഹക്കാവണം. ചില ആളുകൾ വാക്ചാതുരി കൂടുതലുള്ളവരായിരിക്കാം, തെറ്റിനെ സത്യമായി പറയാനും അവതരിപ്പിക്കാനും കഴിവുള്ളവരായിരിക്കാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഹബീബായ നബി തങ്ങളുടെ കൂടെ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ സമിഅനാ, ഞങ്ങൾ കേൾക്കുകയുണ്ടായി, ഖസ്മൻ. ഖസ്മ എന്ന് പറഞ്ഞത് മുഫ്രദും ജംഉം ഖസ്മന്നെയാണ്. ഒരാൾക്കും പറയും, ഒരു കൂട്ടം ആളുകൾക്കും ഖസ്മ എന്ന് തന്നെയാണ് പറയാം. ഖസ്മാനി, മുസന്നക്ക് ഖസ്മാനി പറയും, ശരിയാണ്. ഖസ്മ, കുറച്ചാളുകൾ ഒച്ചപ്പാടുണ്ടാക്കുന്നത് കേട്ടു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിധി പറയാൻ വരുന്നതാണ്, ഹബീബിനോട് വിധി പറയാൻ ചോദിച്ചു വന്നതാണ്. ഒരു തർക്കമുണ്ടവർക്കിടയിൽ. ഹബീബായ നബി തങ്ങൾ അവരിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ജനങ്ങളെ, നിങ്ങളിൽ
നഷ്ടം സംഭവിച്ചവരുണ്ടാവും. നിങ്ങളിൽ അന്യായമായി അനീതിക്ക് വിധേയമായ ആളുകൾ നിങ്ങളിലുണ്ടാവും. നീതിയുടെ പക്ഷക്കാരുണ്ടാകും, ദുൽമ് ചെയ്യുന്നവരും ഉണ്ടാകും. നിങ്ങൾ എങ്ങനെയാണോ എന്നോട് വിഷയം അവതരിപ്പിക്കുന്നത്, ആ വിഷയത്തിൻ്റെ ബയ്യിന, അതിൻ്റെ തെളിവ് നോക്കി, യമീനുകൾ നോക്കി ഞാനതിന് വിധി പറയും. നിങ്ങളാരെങ്കിലും നുണ പറഞ്ഞുകൊണ്ടാണ് അന്യായമായി മറ്റൊരാളുടെ സ്ഥലമോ അയാളുടെ വീടോ അയാളുടെ വാഹനമോ എൻ്റേതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ അവകാശം പറഞ്ഞു വരുന്നതെങ്കിൽ, നിങ്ങളുടെ വാക്ചാതുരി കേട്ടുകൊണ്ട് ഞാനത് വിശ്വസിക്കുകയും ചെയ്ത് നിങ്ങൾക്കനുകൂലമായി ഞാൻ വിധി പറഞ്ഞാൽ, ഓർക്കണേ, നരകത്തിൻ്റെ കഷ്ണമാണ് നിങ്ങൾക്ക് ഞാൻ വിധിച്ചു തരുന്നത്. ഇതുകൊണ്ട് പറഞ്ഞ ഫബക്കയാ, രണ്ടുപേരും കരഞ്ഞു ഹബീബിൻ്റെ മുമ്പിൽ. വതനാസല, അവരെ പറഞ്ഞു, നബിയെ ഞങ്ങൾക്ക് പ്രശ്നമില്ല, തർക്കമില്ല. ഒരു ഭൂമിയെക്കുറിച്ചായിരുന്നു തർക്കം. രണ്ടാളും പറഞ്ഞു ഇത് എൻ്റേതാണ്. അവിടുന്ന് പറഞ്ഞു, നബിയേ ഇത് ഞങ്ങൾ തമ്മിൽ വീതിച്ചെടുക്കാം റസൂലേ, ഇത് ഞങ്ങൾ തമ്മിൽ വീതിച്ചെടുക്കാം. ആ സ്ഥലത്തിൻ്റെ പകുതി എനിക്കും പകുതി അയാൾക്കും, ഞങ്ങൾ രണ്ടുപേരും തൃപ്തരാണ്. രണ്ട് പകുതി. അപ്പോൾ റോഡിൻ്റെ അപ്പുറം വേണോ ഇപ്പുറം വേണോ, തർക്കം വരും. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം, നറുക്കിട്ടോളൂ എന്ന് പറഞ്ഞു. ഈ നറുക്കിടുക എന്ന് പറഞ്ഞ സംഭവം ശറഅ് അംഗീകരിച്ചതാണ് എന്നതിൻ്റെ തെളിവുകളിൽ ഒരു തെളിവ് ഇതാണ്. തങ്ങൾ നറുക്കിടാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഉണ്ടല്ലോ, സ്വത്ത് ഓഹരി വെക്കുമ്പോൾ ആ പൊളി വേണോ ഈ പൊളി വേണോ, ഇത് വേണോ അത് വേണോ, അപ്പോൾ നറുക്കിട്ട് കൊടുക്കുക. നറുക്കിട്ടു. ആ നറുക്ക് വീണതിനനുസരിച്ച് ആ സ്ഥലത്തിൻ്റെ ഓരോ ഭാഗവും ഓരോരുത്തരും വിധിച്ചെടുത്തു. ഒരു പ്രശ്നം പരിഹരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തും മുമ്പ് സ്വയം പരിഹൃതമായി എന്നതാണ്. എന്തേ പേടിച്ചതെന്നറിയോ? നിങ്ങളുടെ വാക്കിൻ്റെ ചാതുരി കൊണ്ട്, വക്കീലിൻ്റെ നാവ് കൊണ്ട്, ഒരു വക്കീലിൻ്റെ അവതരണം കൊണ്ട്, ഒരു പക്ഷേ പച്ച സാധുവിൻ്റെ അന്യായമായ, അയാൾക്ക് അവകാശപ്പെട്ടത് അന്യായമായി കൈപ്പറ്റാനായിരിക്കും നിങ്ങൾ പോകുന്നത്. കോടതി അങ്ങനെ വിധിയും പറഞ്ഞേക്കും. നിങ്ങൾക്ക് ആ സാധനം കിട്ടിയെന്ന് വരും. പക്ഷേ നരകത്തിൻ്റെ കഷ്ണമാണ് നിങ്ങൾ ആ വാങ്ങിക്കുന്നത് കേട്ടോ. അമ്മായിമ്മയെ പറ്റി പീഡനത്തിൻ്റെ കേസ് കൊടുക്കുമ്പോൾ, ഭർത്താവിനെ സംബന്ധിച്ച്, ഭർത്താവിൻ്റെ പെങ്ങന്മാരെക്കുറിച്ച്, മരിച്ചുപോയ വല്യാപ്പാനെക്കുറിച്ച് ഒക്കെ കോടതിയിൽ കേസ് കൊടുക്കുമ്പോൾ പെൺകുട്ടി ഓർക്കണം, ഒരു നാളിൽ നീയും ഒരു അമ്മായിമ്മയായി മാറും. നിന്റെ മകളെയും നീ കെട്ടിക്കും, നിന്റെ വീട്ടിലേക്കും ഒരു മരുമകൾ വരും. നീ ഈ ചെയ്തതിൻ്റെ 10 മടങ്ങ് നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ നീ അനുഭവിക്കേണ്ടി വരും. അന്യായമായിട്ടിത് ചെയ്യരുത്. തൊലാക്ക് വേണോ, തൊലാക്ക് ചൊല്ലിപ്പിക്കോ, ഭർത്താവിനോട് പറയും, ചർച്ച നടക്കട്ടെ എന്നതിൽ കവിഞ്ഞ് അന്യായമായൊരു മനുഷ്യൻ്റെ സ്വത്ത് അപഹരിക്കാൻ നുണ പറഞ്ഞിട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവരുമ്പോൾ 5 പവൻ ഉണ്ടാവില്ല, എന്നിട്ട് പറയും 50 പവൻ സ്വർണ്ണം ഉണ്ടായിരുന്നു, എൻ്റെ ഭർത്താവ് മൊത്തം അടിച്ചു മാറ്റിയതാണ്. തെളിവ് കൊണ്ടുവരാൻ പറ്റുമോ? അവൾ പറഞ്ഞതല്ലേ തെളിവുള്ളൂ. ഇവിടെ ഈ സാധു എന്നിട്ട് മരണം വരെ അധ്വാനിച്ചത് മുഴുവൻ ഈ കേസ് തീർക്കാൻ വേണ്ടി കൊടുക്കുക, അത് അന്യായമായി തിന്ന് നടക്കുക. ഇതൊക്കെ നല്ലതാണോ? ആണുങ്ങളെ പെണ്ണുങ്ങളെ നമ്മൾ ആലോചിച്ചു. പെണ്ണുങ്ങളെക്കുറിച്ച് മാത്രം പറയല്ല, ആണുങ്ങൾ ഇങ്ങനെ ചെയ്യുന്നവരുണ്ടാകാം, പെണ്ണുങ്ങളുണ്ടാകാം. ആര് ചെയ്യുന്നുണ്ടോ അന്യായം അന്യായമാണ്. അള്ളാഹുവിൻ്റെ അർശ് വിറക്കുമെന്നാണ്. ഭൂമിയിൽ അദിലിനെതിരായി, നീതിക്കെതിരായി ഒരു സംഭവം നടക്കുകയാണെങ്കിൽ, ആകാശഭൂമികൾ നിലനിൽക്കുന്നത് അള്ളാഹുവിൻ്റെ അദല്, പടച്ചവന്റെ നീതി എന്ന ഒരൊറ്റ തുലാസിലാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നഷ്ടപ്പെടരുത്. അത് നമ്മുടെ വീട്ടിലുള്ള വിഷയമാവാം, നാട്ടിലേതാകാം, രാജ്യത്തിൻ്റെതാകാം, രാഷ്ട്രങ്ങളുടെ വിഷയമാകാം, ഒരാളിൻ്റെ ചെറിയൊരു കാര്യമാകാം, ഒരു സമൂഹത്തിൻ്റെ വിഷയമാകാം. കോടതികളിൽ ജോലി ചെയ്യുന്നത് പോലും അത്രമേൽ ഗൗരവത്തിൽ കാണേണ്ട ഒരു ജോലിയാണ്. അതങ്ങ് വെറുതെ എടുക്കേണ്ട കാര്യമല്ല. ഹബീബാ നബി തങ്ങൾ പറയാണ്, ലഹദ്ദുൻ യുഖാമു അലൽ അർളി ഖൈറുൻ ലിഅഹ്ലിഹാ മിൻ അൻ യുംതറൂ സബ്താ. സബ്ത് എന്ന് പറഞ്ഞാൽ ഐ ഉസ്ബൂഅൻ, ഒരാഴ്ച മഴ ലഭിക്കുന്നതിനേക്കാളും ഖൈറാണ് അള്ളാഹുവിൻ്റെ ഒരു നിയമം, പടച്ചതമ്പുരാൻ നിങ്ങൾക്ക് നിശ്ചയിച്ച ഒരു നിയമം ഇവിടെ നടപ്പാക്കുക എന്ന് പറയുന്നത്. വെള്ളം അത്രമേൽ പരിശുദ്ധമാണ്. ജലം, മഴ, തങ്ങൾ പറഞ്ഞു ഒരാഴ്ച ലഭിക്കുന്ന മഴ. മക്കയിൽ മഴ കിട്ടാൻ പ്രയാസമാണ്, മദീനയിൽ മഴ പെയ്യുന്നത് കുറവാണ് അന്നത്തെ കാലം. ഇപ്പോൾ കാലാവസ്ഥകളൊക്കെ മാറി മറിഞ്ഞു. ഞാൻ ഇപ്പോൾ വരുന്നു, കഴിഞ്ഞ 4 ദിവസം മുമ്പ് വലിയ മഴയായിരുന്നു. അവിടെ മക്കയിലുണ്ടായിരുന്നു മഴ, തായിഫിലുണ്ടായിരുന്നു, ജിദ്ദയിലുണ്ടായിരുന്നു. ഇപ്പോൾ മഴ ഇഷ്ടം പോലെ പെയ്യുന്നുണ്ട്. മുൻകാലങ്ങളിൽ മഴയില്ല, വളരെ ചെറിയ സ്പ്രേകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് മഴ എന്ന് കാണാൻ മാത്രം.
പുണ്യനബി തങ്ങളിത് പറയുമ്പോൾ മഴ കിട്ടാതെ വിഷമിക്കുന്ന മരുഭൂമിയിലെ മനുഷ്യരുടെ ദാഹജലത്തിനോടുള്ള ആർത്തി ഈ ഒരു ഹദീസിൻ്റെ ആ ഒരു വാക്കുകളിൽ നമ്മൾ മനസ്സിലാക്കണം. മിൻ അൻ യുംതറു സബ്താ. എത്രയാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിസ്ഖാ നിസ്കരിച്ചത്. മസ്ജിദുൽ ഗമാമ എന്ന് പറയുന്ന പള്ളിയുണ്ട്. മദീന പള്ളിയുടെ മെഹ്റാബിലേക്ക് നിന്നാൽ ഹബീബായി തങ്ങളുടെ റൗള ഖിബലയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലതു ഭാഗത്തെ എൻഡിൽ മസ്ജിദുൽ ഗമാമ, അവിടെയാ ഹബീബായ നബി തങ്ങൾ പെരുന്നാൾ നിസ്കരിച്ചിരുന്നത്. മഴയ്ക്ക് വേണ്ടി നിസ്കരിച്ചിരുന്ന സ്ഥലമാണത്. ഇസ്തിസ്ഖാ നിസ്കാരം നടത്തിയ സ്ഥലമാണ് മസ്ജിദുൽ ഗമാമ എന്നവിടെ കാണാൻ പറ്റുമത്. അതിനിപ്പുറത്ത് സ്വഹാബിമാർ മസ്ജിദ് അബീബക്കരും മസ്ജിദ് ഉമർ മസ്ജിദ് ബിലാൽ മസ്ജിദ് അലിയിൻ, ഒരുപാട് മസാജിദുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇന്നക്കും ശകൗതും ജദ്ബ ദിയാരിക്കും വസ്തിഖാറൽ മത്രി അൻ ഇബ്ബാനി സമാനി. ഹബീബായ നബി തങ്ങൾ മഴയെ തേടി നിസ്കരിക്കുമ്പോൾ ഖുതുബ നിർവഹിക്കുകയാണ്. സ്വഹാബികളെ, ഇന്നക്കും ശകൗതും, നിങ്ങൾ പരാതി പറയുകയായിരുന്നുവല്ലേ, ജദ്ബ ദിയാരിക്കും വസ്തിഖാറൽ മത്രി അൻ ഇബ്ബാനി സമാനിഹി, മഴ ലഭിക്കേണ്ട കാലത്ത് മഴ ലഭിക്കാതെ നിങ്ങളുടെ വീടുകളെല്ലാം വരണ്ടുപോയി എന്ന് നിങ്ങൾ അല്ലാഹുവിനോട് പരാതി പറയുന്നുണ്ടോ? നിങ്ങൾ തമ്മിൽ വിഷമം പറയുന്നുണ്ടല്ലേ? വഖദ് അമറകുമുല്ലാഹു അൻ തദ്ഉ, അല്ലാഹുവിനോട് ദുആ ചെയ്യണമെന്ന് അല്ലാഹു പറയുന്നു. വവഅദകും അൻ യസ്തജീബ ലക്കും, അല്ലാഹു നിങ്ങളുടെ ദുആഇന് ഉത്തരം തരാമെന്ന് അല്ലാഹു ഉറപ്പ് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ എന്ന് പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് യഫ്അലു മാ യുരീദ്, അല്ലാഹു ഉദ്ദേശിക്കുന്നത് മുഴുവനും അല്ലാഹു ചെയ്യുന്നവനാണ്. അല്ലാഹുമ്മ അൻതല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻത, പടച്ചവനെ, മനുഷ്യനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് മനുഷ്യൻ്റെ ഉള്ളിൽ വികാരവും ചിന്തയും ഇട്ട് തന്നിട്ട് മനുഷ്യനെ ആരാധന കൊണ്ട് മലായിക്കത്തുകളെക്കാളും മലക്കുകളെക്കാളും ഉന്നതമായ ശ്രേണിയിലേക്ക് മനുഷ്യരെ ഉയർത്താൻ വേണ്ടി അല്ലാഹുവേ മനുഷ്യർക്ക് തക്ലീഫ് നൽകിയവനാണ് നീ. മനുഷ്യനോടുള്ള ആഹ്വാനം അതാണ്. ഷാഖ് ഉസ്താദോട് സംസാരിച്ചപ്പോൾ നിസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരെയിരുന്നു. നഫീസ ബീവി റളിയല്ലാഹു അൻഹയെക്കുറിച്ചൊക്കെ. നമ്മളിവിടെ വന്ന ദൗത്യം അതാണ്. നമ്മൾ ജോലി ചെയ്യണം, അധ്വാനിക്കണമൊക്കെ ശരിയാണ്. നമ്മുടെ ദൗത്യം എന്താ? സുജൂദിൽ കിടക്കാനാണ്, ഇബാദത്ത് ചെയ്യാനാണ്, അല്ലാഹുവിനനുസരിക്കാനാണ്. അത് മലക്കുകൾ ഭക്ഷണവും പാനീയവും ഒന്നുമില്ലാതെ അല്ലാഹു സൃഷ്ടിച്ചയിടം മുതൽ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു ഉദ്ദേശിക്കുന്ന കാലം വരെ സുജൂദിൽ കിടക്കുന്ന മലക്കുകൾ, അങ്ങനെ തന്നെ റുകൂഇൽ കിടക്കുന്നവർ മടി വരൂലാണ്. ഇബാദത്തിൻ്റെ ഒരു ആനന്ദം ലഭിക്കും. മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്. നമ്മുടെ വികാരത്തെ, നമ്മുടെ ചിന്തകളെ നമ്മളൊന്ന് അടക്കിപ്പിടിച്ചാൽ ഇബാദത്തിൻ്റെ മധുരമറിയാൻ കഴിയും. ആ അറിഞ്ഞപ്പോഴാണ് അരിഹ്നാ ബിഹാ യാ ബിലാൽ, ബിലാലെ വാങ്ക് വിളിച്ചുകൊണ്ട് എനിക്ക് സന്തോഷം താ, നമുക്ക് സന്തോഷം താ ബിലാലെ, ഒന്ന് ഇഖാമത്ത് കൊടുക്കൂ എന്ന് നബി തങ്ങൾ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അരിഹ്നാ ബിഹാ യാ ബിലാൽ, അത് റാഹത്താണ്, അതിലൊരു സന്തോഷമുണ്ട്, ഇബാദത്തിൻ്റെ ഒരു ആനന്ദമുണ്ട്. അത് നഫ്സിനെ നിയന്ത്രിക്കുമ്പോഴേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞിട്ട് വേണം സീരിയലിൻ്റെ ബാക്കി കാണാൻ. ആ നിസ്കാരത്തിലൊന്നും ആനന്ദം കിട്ടൂല. ഇത് കഴിഞ്ഞിട്ട് വേണം നേരത്തെ നിർത്തിവെച്ച സിനിമ ബാക്കി കാണാൻ. ഇത് സലാം വീട്ടിയിട്ട് വേണം ആ ക്രിക്കറ്റിൻ്റെ ബാക്കി റൺസൊക്കെ ഒന്ന് കാണാൻ. അവർക്കൊന്നും ഇത് ആനന്ദിക്കാൻ കഴിയില്ല. നമ്മുടെ ശഹ്വത്തുകളെ നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ ഇബാദത്തിൻ്റെ ആനന്ദമുണ്ടാവൂ, അല്ലെങ്കിൽ അതൊരു ഭാരമാണ്. അല്ലാഹുമ്മ അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ അധിപൻ, ആരാധനക്ക് അർഹതയുള്ളത് നീ മാത്രമാണ്. ആരാധിക്കപ്പെടുന്നത് പലതും ലോകത്തുണ്ട്, അർഹതയുണ്ടോ അവർക്ക്? മഅബൂദും ബിഹഖ്, അത് അല്ലാഹു ജല്ല ജലാലു മാത്രമാണ്. ഇസ്തിസ്ഖാഇൻ്റെ നിസ്കാരം നടക്കുമ്പോൾ പുണ്യനബി തങ്ങൾ പറഞ്ഞ വാക്കുകളാണത്. അല്ലാഹുമ്മ അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത അൻതൽ ഗനി വനഹ്നുൽ ഫുഖറാഉ ഇലൈക്, അല്ലാഹുവേ നീ മുതലാളിയാണ്, നീ സമ്പന്നനാണ്, നീ എല്ലാത്തിൻ്റെയും ഖസാന നിന്റെ കരങ്ങളിലാണ്. വനഹ്നുൽ ഫുഖറാഉ ഇലൈക റബ്ബേ,
ഞങ്ങൾ നിന്നിലേക്ക് ആവശ്യക്കാരാണ്, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല റബ്ബേ, നീ പിടിച്ചു വാങ്ങിയാൽ ഒന്നുമില്ല, നീ തരുന്നതേ ഞങ്ങളുടെ കയ്യിലുള്ളൂ. അൻസിൽ അലൈനൽ ഗൈസ്, ഞങ്ങൾക്ക് മഴ തരണം, ഞങ്ങൾക്ക് മഴ തരണം. വജഅൽ മാ അൻസൽത ലനാ ഖുവതൻ വബലാഗൻ ഇലാ ഹീൻ, ആ പെയ്യുന്ന മഴ ഞങ്ങൾക്ക് കരുത്ത് നൽകണേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാനുള്ളതാകണേ, പടച്ചവനെ അത് അനുഗ്രഹമാക്കി തരേണമേ എന്ന് പറഞ്ഞ മദീനയുടെ ആകാശത്തേക്ക് കൈ ഉയർത്തി, ഒരു വിരലുയർത്തി ഹബീബായ റസൂലുള്ളാഹി ഞങ്ങൾക്ക് ഇത് ദുആകൾ എത്രയാണ്. മഴ വേണം, അല്ലാഹുമ്മ അഗ്സിന, അല്ലാഹുമ്മ അഗ്സിന, അല്ലാഹുമ്മ അഗ്സിന. ഹബീബിൻ്റെ മുഅ്ജിസത്തുകളിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ മഴയെക്കുറിച്ചുള്ള സന്ദർഭങ്ങൾ കാണാൻ കഴിയും. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത സ്വഹീഹൈനിൽ വന്ന ആ മഴ കിട്ടണമെന്ന് പറഞ്ഞ് നബി തങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തതും, മഴ വേണമെന്ന് പറഞ്ഞ ആ അറാബിക്ക് നബി തങ്ങൾ മറുപടിയായി പ്രാർത്ഥിച്ചു കൊടുത്തതും, ചെളിയിൽ സുജൂദിൽ ചെയ്തുകൊണ്ട് മഴ പെയ്ത് ഇൻസ്റ്റൻറ്റ് ഉത്തരം, അപ്പോൾക്കപ്പോൾ ഉത്തരം കിട്ടിയ എത്രയെത്ര സംഭവങ്ങൾ.